നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ബോധം കെട്ട് വീണെന്ന് കരുതി ഇവിടെ ഒരു ദുർമരണവും ഉണ്ടാവില്ല. എന്റെ വാക്കുകളെ തെറ്റാണെന്നാണോ അമ്മ പറയണത്? തുറന്നു പറയാലോ, എനിക്ക് നിങ്ങളെ അത്ര വിശ്വാസമേ തോന്നുന്നില്ല. അയ്യോ, അമ്മ ബോധം കെട്ട് വീണപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഏട്ടത്തി ഇതിലെന്തോ പന്തികേടുണ്ടെന്ന്. ഇതിപ്പോ അടുത്ത സൂചനയായി. ഇതെന്തോ അപശകനം തന്നെയാ. കൃഷ്ണ, എന്താ എന്താ പറ്റിയേ? ചേട്ടാ ഇത് നോക്കിയേ, പുടവയ്ക്ക് തീ പിടിച്ചു. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? ചേട്ടത്തി ആരതി ഒഴിയുമ്പോ അത് കയ്യിന്ന് വീണ് കത്തിയതാ. എന്റെ ദൈവമേ, ഇതെന്തോ ദുർനിമിത്തമാണല്ലോ. അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഏട്ടാ, ഇനി ഇത് വച്ചോണ്ടിരിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്നൊരു ജോത്സ്യനെ വരുത്തി കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചറിയണം. അതല്ലേ ചേട്ടത്തി വേണ്ടത്? വേണം, എത്രയും പെട്ടെന്ന് ജോത്സ്യനെ വിളിക്കണം. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം. ശരി, ജോത്സ്യൻ ഇപ്പൊ വരും. പണം എത്ര വേണമെങ്കിലും ഇനിയും ഞാൻ തരാം. താൻ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിച്ചേ തീരൂ. ഞാൻ പറയുന്നൊരു കാര്യം താൻ വീട്ടിൽ ഒന്ന് ചെയ്തു തരണം. എന്തോന്ന് വേണം? ഒരു കല്യാണം മുടക്കണം. കല്യാണം മുടക്കേ? എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം. ശരി, എല്ലാം ഞാൻ ഏറ്റ്. ഓ ദൈവമേ, കുഴപ്പമൊന്നും ആവില്ലല്ലോ? ഏയ്, എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല.
ദുർമരണമാണല്ലോ കാണുന്നത്. ദുർമരണോ? ഈ സമയത്ത് ഈ വീട്ടിലൊരു വിവാഹം നടന്നാൽ ഇവിടെ ഒരു ദുർമരണം സംഭവിക്കും. ഏറ്റവും നല്ല സമയം നോക്കിയാ ഞങ്ങൾ വിവാഹം തീരുമാനിച്ചിരുന്നത്. അതില് കാര്യമില്ല. സമയമല്ലേ, അതെവിടെയെങ്കിലും നിശ്ചലമായി നിൽക്കാറുണ്ടോ? ഇല്ല, അത് നീങ്ങിക്കൊണ്ടേയിരിക്കും. വിവാഹം തീരുമാനിച്ച സമയമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴത്തെ സമയം വെച്ചാണ് ഞാൻ നോക്കിയത്. അതനുസരിച്ച് ഈ വിവാഹം നടത്തിയാല് ഇവിടെ ദുർമരണം സംഭവിക്കും. അത് തെറ്റാൻ യാതൊരു സാധ്യതയുമില്ല. എന്താടാ ഇവിടെ നടക്കുന്നേ? അമ്മ, അമ്മേ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല. അല്ല, കല്യാണത്തിന്റെ തിരക്കുകളുള്ള നേരത്തെ നിങ്ങൾ എന്താ ഇവിടെ കാണിക്കുന്നേ? അതല്ല അമ്മ, കല്യാണം നടക്കുന്നതിന് മുമ്പ് അമ്മ ബോധം കെട്ട് വീണു. പൂജാമുറിയിൽ വെച്ച് മന്ത്രകൊടിക്ക് തീ പിടിച്ചു. ഞങ്ങളെല്ലാവരും ആകെ ടെൻഷനിലായിപ്പോയി. അതുകൊണ്ടാ ജോത്സ്യനെ വിളിപ്പിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാന്ന് വിചാരിച്ചത്. ഞാൻ തലകറങ്ങി വീണതേ പതിവായി ഞാൻ കഴിക്കുന്ന ഗുളിക കഴിക്കാത്തോണ്ടാ. അതില് യാതൊരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. അതിലെ യാതൊരു ദുർനിമിത്തവും കാണണ്ട. ഞാൻ ബോധം കെട്ട് വീണെന്ന് കരുതി ഇവിടെ ഒരു ദുർമരണവും ഉണ്ടാവില്ല. എന്റെ വാക്കുകൾ തെറ്റാണെന്നാണോ അമ്മ പറയണത്? തുറന്നു പറയാലോ, എനിക്ക് നിങ്ങളെ അത്ര വിശ്വാസമേ തോന്നുന്നില്ല. അയ്യോ അമ്മേ, ഇദ്ദേഹം പേരിയുടെ ജോത്സ്യനാ. പറഞ്ഞോലെ നടക്കുവേ. ജ്യോതിഷത്തിൽ അഗ്രഗണ്യനായ ഒരാളുടെ മുഖത്ത് നോക്കിയാ അമ്മ വിശ്വാസമില്ലെന്ന് പറഞ്ഞത്. ശരി, ഇദ്ദേഹം ജ്യോതിഷത്തിൽ അഗ്രഗണ്യനാണെങ്കിൽ ഇദ്ദേഹത്തോട് ഞാൻ ചില സംശയങ്ങൾ ചോദിക്കട്ടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.